കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സിലെ 4th സെമസ്റ്ററിലെ ലീനിയർ ഓൾജിബ്ര എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വെക്ടർ സ്പേസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ വെക്ടർ സ്പേസിലെ വെക്ടേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു തിയറം സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് V be a vector space, U a vector in V and K a scalar. Then first property 0 into U equal to 0. Second one K into 0 equal to 0. Third one minus 1 into U equal to minus U. And fourth one if KU equal to 0 then K equal to 0 or U equal to 0. V എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ഉണ്ട്, U എന്ന് പറയുന്നൊരു വെക്ടറാണ്, K എന്ന് പറയുന്നൊരു സ്കെലാറാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? 0 into U is equal to 0. അതായത് 0യും U എന്ന് പറയുന്ന വെക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 ആണ് കിട്ടുക. അതായത് 0 വെക്ടർ ആണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്കിതിനെ 0Uയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 0U ക്യാൻ ബി റിട്ടൺ. 0 എന്ന് പറയുന്ന സ്കെലാറാണ്. സ്കെലാർ 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0 + 0 എന്ന് എഴുതാലോ. 0 + 0 ഇൻറ്റു U എന്ന് എഴുതാം അല്ലേ. ഇതിന് നമുക്ക് 0U + 0U എന്ന് എഴുതാൻ പറ്റും അല്ലേ. നമ്മൾ വെക്ടറിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കറിയാം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമുക്കറിയാം അല്ലേ. ആക്സിയം എനിക്ക് തോന്നുന്നു ആക്സിയം 8 ആണ് ഇങ്ങനെ എഴുതുന്നതിൽ. അതായത് നമുക്കിപ്പോൾ ഇവിടുന്ന് എന്താ കിട്ടിയേ? 0U + 0U ഈക്വൽ ടു 0U എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കറിയാം 0U എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഈ വെക്ടറിന് ഒരു നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. ഏതൊരു വെക്ടറിനും വെക്ടർ സ്പേസിലെ എലമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഏതൊരു വെക്ടറിനും അതിനൊരു നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. നമ്മളിവിടെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള -0U കൊണ്ട് നമ്മളിതിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താ സംഭവിക്കുക? 0U + 0U. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതൊരു പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. -0U, ഞാൻ -0U ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യാണ്. 0U + -0U. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. 0U അസോസിയേറ്റിവിറ്റി എഴുതാലൂടെ. അതായത് നമുക്കിവിടെ 0U + 0U + -0U എന്ന് എഴുതാലോ. വിച്ച് ഇസ് ഈക്വൽ ടു 0U + -0U. അതിനങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു നമ്പർ പ്ലസ് അതിൻ്റെ നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ സ്പേസിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടും അല്ലേ. അപ്പോൾ 0U + ഇവിടുത്തെ 0, അതായത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, ഇറ്റ് ഇസ് ഈക്വൽ ടു 0U + -0U. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് 0U + 0U + -0U എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമുക്ക് 0U + 0, അതിന് ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇവിടെയും നമുക്ക് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാലോ. 0U + -0U, അതെന്തായിരിക്കും? 0 ആണല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? 0U + 0 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0U ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പ്രൂവ് ചെയ്യണത്, ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതായത് നമ്മളോടൊരു തിയറം പറയുകയാണെങ്കിൽ നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് പറയുന്നത്, പക്ഷെ നമുക്ക് അറിയുന്ന ഡെഫിനേഷൻസോ അറിയുന്ന ആക്സിയംസോ ഒക്കെ വെച്ചിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻസിൽ അത് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് മാത്തമാറ്റിക്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും ഒരു ഡൈവേർജൻറ്റ് തിങ്കിങ് നിങ്ങൾക്ക് ഇങ്ങനെയും കൂടെ വരണം, എന്നാലാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തിയറം പ്രൂഫ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പ്രൂഫ് നോക്കാം. രണ്ടാമത്തെ തിയറം എന്താണെന്ന് നോക്കാം. രണ്ടാമതായി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് K × 0 = 0 എന്നുള്ളതാണ്. അപ്പോൾ ഇതും സിമിലർ കേസ് ആയിട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ K എന്ന് പറയുന്ന സ്കെലാറും 0 എന്ന് പറയുന്നത് നമ്മളുടെ 0 വെക്ടറുമാണ്. ഈക്വൽ ടു എഗെയിൻ 0 വെക്ടർ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് K × 0 =
നമുക്ക് 0 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 + 0 എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി നമുക്കിതിനെ k × 0, അതായത് നമുക്ക് നമ്മളുടെ ആക്സിയം, അതായത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ആക്സിയം വെച്ചിട്ട് നമുക്കിതിനെ k × 0 + k × 0 എന്ന് എഴുതാൻ പറ്റും. അതായത് നമുക്ക് എന്താ കിട്ടിയത്? k × 0 + k × 0 = k0 എന്ന് കിട്ടി. അത് ഞാൻ ഒന്നും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് സൈഡിലും k0 എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ഈ k0ൻ്റെ നെഗറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ k0 + k0 + -k0 = k0 - k0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ k0 + -k0 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു k0 + -k0. ഇവിടുന്ന് ഈ 0 ഒക്കെ വലുതാണ് കേട്ടോ, k0 എന്ന് വായിക്കരുതേ, 0 ആണ്. ഞാൻ എഴുതിയപ്പോൾ കുറച്ച് ചെറുതായി പോയതാണ്. k0 + 0 = അതായത് k0 + -k0 എന്ന് പറയുന്ന ഒരു വെക്ടറും അതിൻ്റെ നെഗറ്റീവ് വെക്ടറും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടും അല്ലേ? അത് നമ്മുടെ 0 ആണ്. 0 k0 + 0 = 0. അതായത് k0 + 0 എന്ന് പറഞ്ഞാൽ എന്താ? അഡിറ്റീവ് ഐഡൻറ്റിറ്റി k0ൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? k0 തന്നെ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പ്രൂഫ് നോക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് -1 × u = -u. ഇതൊക്കെ ട്രിവിയൽ അല്ലേ? എന്തിനാ പ്രൂവ് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ നമുക്ക് മാത്തമാറ്റിക്സിൽ ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. -1 × u = -u. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മളിത് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യണതെന്ന് വെച്ചാൽ, u + -1 × u = 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ എന്താ പറയേണ്ടത്? -1 × u = -u എന്നാണ് പറയേണ്ടത്. നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, we must show that u + -1 × u = 0 എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഈ സൈഡ് എടുത്തു, എന്നിട്ട് ഇത് =0 ആണെന്ന് പറയും. ഓക്കെ, -1 × u = -u ആണെന്ന് പറയുന്നതിന് പകരം u + -1 × u = 0 എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ നമുക്ക് നോക്കാം. u + -1 × u, വിച്ച് ഇസ് ഈക്വൽ ടു, ഈ യുവിൻ്റെ മുകളിൽ ഞാനൊരു 1 × u എന്ന് എഴുതാമല്ലോ. കാരണം ആക്സിയം 10 പറയുന്നത് 1 × u എന്ന് പറഞ്ഞാൽ u തന്നെയാണെന്നാണ്. +-1 × u എന്ന് എഴുതാമല്ലോ. ഇനി ഞാനിവിടെ നിന്ന് ഒരു u എന്നെ ഔട്ട്സൈഡ് എടുക്കുകയാണ്. അതായത് ആക്സിയം 8 പ്രകാരം എനിക്കിതിനെ 1 + -1 × u എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കറിയാം 1 + -1 എന്ന് പറയുന്നത് എന്താ? ഒരു 1 + -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആണ്. സ്കെലാറിൽ നമ്മൾ 1 + -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആണ്. നമുക്കറിയാം സ്കെലാറിൻ്റെ പ്രോപ്പർട്ടീസിൽ 0 × u എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഇവിടുന്ന് ഇതെങ്ങനെ എഴുതിയെന്നറിയോ? നമ്മൾ പാർട്ട് 1 വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 0 സ്കെലാറിൻ്റെ സ്ഥാനത്തും u വെക്ടറിൻ്റെ സ്ഥാനത്തുമാണ് 0 × u = എന്താണെന്ന്? 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്തത്? u + -1 × u = 0. അതായത് ഒരു നമ്പറും അതിൻ്റെ -1 × u എന്ന് പറയുന്ന ആളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം 0 കിട്ടി. അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടിയെന്നാണ് അല്ലേ? അപ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ ആര് ആഡ് ചെയ്താലാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുക? ആ നമ്പറിൻ്റെ നെഗറ്റീവിനെ ആഡ് ചെയ്താലാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുക. അപ്പോൾ ഈ -u എന്ന് പറയുന്നതും -1 × u എന്ന് പറയുന്നതും ആരാണ്? സെയിം ആണ്. ദാറ്റ് ഈസ് -u = -1 × u. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് പോണത്. ഓക്കെ, ഇനി ഒരു പ്രൂഫും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് ku = 0 then k = 0 or u = 0. k × u 0 ആണെങ്കിൽ എന്താണ് പോസിബിലിറ്റി? ഒന്നുകിൽ k 0 ആയിരിക്കും, അല്ലെങ്കിൽ u 0 ആയിരിക്കും അല്ലേ? ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ ആദ്യം അസ്യൂം ചെയ്യാണ്. അസ്യൂം u assume k not equal to 0. k 0 അല്ലെങ്കിൽ പിന്നെ ആര് 0 ആവണം? u 0 ആവണം. അപ്പോൾ നമ്മളെ കയ്യിലുണ്ട് സപ്പോസ് ku = 0 എന്ന് നമ്മളെ കയ്യിലുണ്ട്.
ഓക്കെ, കെ യു ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും 1/k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. കാരണം കെ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, കെ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1/k എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് വിത്ത് 1/k. അപ്പോൾ 1/k ഇൻറ്റു കെ യു ഈക്വൽ ടു 1/k ഇൻറ്റു 0 എന്ന് എഴുതാലോ ഇതിനെ. അതായത് ഇതിനെ നമുക്ക് 1/k ഇൻറ്റു കെ ഇൻറ്റു യു ഈക്വൽ ടു 1/k ഇൻറ്റു 0 എന്ന് എഴുതാൻ പറ്റും. ഈ 1/k ഇൻറ്റു കെ എന്താ നമുക്കറിയാം, 1 ഇൻറ്റു യു ആണെന്നറിയാം അല്ലേ. 1/k ഇൻറ്റു 0 എന്താണ്, 1/k എന്ന് പറയുന്ന ഒരു സ്കെലാറാണ്. അതായത് നമ്മൾ തൊട്ട് മുമ്പുള്ള ബൈ പ്രോപ്പർട്ടി 1 അനുസരിച്ച് നമുക്ക് എന്തറിയാം, പ്രോപ്പർട്ടി 2 അനുസരിച്ച് നമുക്ക് എന്തറിയാം, കെ ഇൻറ്റു 0 ഈക്വൽ ടു ആരാണ്, 0 ആണെന്നറിയാം. അതായത് സ്കെലാർ ഇൻറ്റു 0 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും, 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഒരു സ്കെലാർ ഇൻറ്റു 0 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. ഒരു സ്കെലാർ ഇൻറ്റു 0 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാന്ന് പറയും, 0 ആണെന്ന് പറയും. 1 ഇൻറ്റു യു എന്താ, ബൈ ആക്സിയം 10 നമുക്കറിയാം യു ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിൽ സ്റ്റാർട്ട് ചെയ്തു, കെ യു ഈക്വൽ ടു 0 എന്ന് എടുത്തു, കെ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ ആര് 0 ആയേ മതിയാവൂ, യു ഈക്വൽ ടു 0 ആയേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കണം, വളരെ രസമുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. മാത്തമാറ്റിക്സിലെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പേജ് നമ്പർ 190 നമുക്ക് ഒത്തിരി എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം ചെയ്ത് നോക്കണം. നമ്മൾ മാത്തമാറ്റിക്സിൽ മാസ്റ്റേഴ്സ് ആവാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്ത് നോക്കുക. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒത്തിരി എക്സാമ്പിൾസ് അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം. ഓക്കെ, പ്രോബ്ലംസ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ ഒരുപാട് പ്രൂഫ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ പറ്റും. പ്രൂഫൊക്കെ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോവുക. മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതിലൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.